ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ജപ്പാൻ ടൂർ പോകാനായിട്ട് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി സിംഗപ്പൂർ ചാങ്കി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല, ന്യൂഡൽഹിയിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സിംഗപ്പൂർ വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ചൂസ് ചെയ്തത്. ടോക്കിയോയിലോട്ട് ഏകദേശം ഫ്ലൈറ്റിൽ 7 മണിക്കൂർ ഇവിടെ ഇരിക്കുകയാണ്, ഹനീഡ എയർപോർട്ടിലോട്ട്. നമ്മൾ ജപ്പാൻ്റെ ക്യാപിറ്റലായ ടോക്കിയോയിൽ ഹനീഡ എയർപോർട്ടിന് പുറത്തിറങ്ങി ഇതിൻ്റെ ചുറ്റുമുള്ള ബിൽഡിങ്സാണിത്. നമ്മൾ നേരെ തന്നെ ഹോട്ടലിലോട്ട് ടോക്കിയോ തന്നെയുള്ള ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. പ്രിൻസ് ഹോട്ടലാണ് കേട്ടോ നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഇവിടെ തന്നെയുള്ള ലെഫ്റ്റ് സൈഡിലെ ഐവറി കളർ ബിൽഡിംഗ് ആണ്. ജപ്പാൻ ഒരു ഐലൻഡ് കൺട്രിയാണ്. ഏകദേശം 6852 7000ന്റെ അടുത്ത ഐലൻഡുകൾ ചേർന്നൊരു രാജ്യമാണ് ജപ്പാൻ. പക്ഷെ എല്ലാത്തിലും ഇൻഹാബിറ്റ് ചെയ്യുന്നില്ല. ഒരു 420ഓളം ഐലൻഡിലെ ആളുകൾ താമസിക്കുന്നുണ്ട്. ജപ്പാന്റെ ലാംഗ്വേജ് ജപ്പാനീസ് ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കറൻസി ജപ്പാൻ യെൻ ആണ്. ഇതാണ് ജപ്പാനിലെ ഷിൻജുക്കോ ഗ്യോ എന്ന് പറഞ്ഞ ചെറി ബ്ലോസം ട്രീസ് നിറഞ്ഞു നിൽക്കുന്ന ഗാർഡൻ. ഈ സീസണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ജപ്പാനിൽ മുഴുവൻ ഈ ചെറി ബ്ലോസം ട്രീസ് ഇഷ്ടം പോലെയാണ് നട്ടിരിക്കുന്നത്. അപ്പൊ ഈ ട്രീസ് മുഴുവൻ പൂക്കുന്ന സമയമാണ്. അപ്പൊ ഈ സമയത്ത് ജപ്പാൻ ഒരു ഫെസ്റ്റിവൽ മോഡാണ്. ഒരു പിക്നിക്കിന് പോവാ, ഗെറ്റ് ടുഗദർ, അങ്ങനെ അവർക്ക് സന്തോഷത്തിന്റെ ഒരു ഉത്സവം ഈ ട്രീ പൂക്കുന്ന സമയം. അതായത് ചെറി ബ്ലോസം ഫെസ്റ്റിവൽ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഈ പിങ്കിന്റെ പല ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് പിങ്ക്, അങ്ങനെയുള്ള ഈ ഉള്ള ഫ്ലവേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. ചെറി ബ്ലോസം ഓരോരോ ട്രീലിന്റെ വ്യത്യസ്ത ഷെയ്ഡ് ഫ്ലവേഴ്സ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഇത് 16ാമത്തെ സെഞ്ചുറിയിൽ ഒരു പ്രഭുവിന്റെ റെസിഡൻസ് ആയിരുന്നു കേട്ടോ, ഇതിനോടനുബന്ധിച്ച്. പിന്നീട് ഇത് നാഷണൽ ഗാർഡൻ ആക്കി മാറ്റിയായിരുന്നു. ഇവിടെ മാത്രമല്ല കേട്ടോ, ജപ്പാനിൽ വഴിയിൽ മുഴുവൻ എല്ലായിടവും ഈ ചെറി ബ്ലോസം പൂത്ത് നിൽക്കുകയാണ് ഇപ്പം. എഴുതി വെച്ചിട്ടുണ്ട്, സ്പെക്ടാക്കുലർ കളക്ഷൻ ഓഫ് ചെറി ട്രീസ്. ഷിൻജുക്കോ ഗ്യൂൻ ഈസ് വൺ ഓഫ് ടോക്കിയോസ് പ്രീമിയർ ഹനാമി ചെറി ബ്ലോസം വ്യൂവിംഗ് സ്പോട്ട്സ്. ഇല്ല, എവിടെ ഈച്ച് ആൻഡ് എവറി കോർണർ ഈ ചെറി ബ്ലോസം പൂത്ത് നിൽക്കുകയാണ്. 2020 സമ്മർ ഒളിമ്പിക്സ് നടന്ന ടോക്കിയോയിൽ വെച്ചിട്ടാണ്. ആ സ്റ്റേഡിയമാണ്. പക്ഷെ കോവിഡ് ആയത് കാരണം അത് മാറ്റി വെച്ച് ആക്ച്വലി നടന്ന 2021 ജപ്പാനിലുള്ള ടോക്കിയോയിലുള്ള ടോക്കിയോ ടവർ എന്നാണ് പറയുന്നത്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 110 നില ഉള്ള ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഉപയോഗിച്ചിരുന്നതിന്റെ മുകളിൽ കയറാൻ പറ്റും. ഇത് ഉപയോഗിച്ചിരുന്ന ഒബ്സർവേഷനും പിന്നെ ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്കിനാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇപ്പൊ അതിനുശേഷം സ്കൈ ട്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലും ഹൈറ്റ് ഉള്ളൊരു ടവർ വന്നു. അപ്പൊ അതാണ് ഈ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കിന് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ അവിടെ കാണാൻ പോകുന്നുണ്ട്. ടോക്കിയോ ടവറിന്റെ നൈറ്റിൽ കേട്ടോ, നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അടുത്ത് തന്നെയാണ്. ഇപ്പൊ റൂമിൽ നിന്ന് ഇതിങ്ങനെ കാണാൻ നൈറ്റില് ഇതിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ഉള്ള വ്യൂ ആണ് കേട്ടോ. അതുപോലെ അതിന്റെ അടുത്ത് മുഴുവൻ ചെറി ബ്ലോസം ട്രീസ് ഉണ്ട്. അപ്പൊ അതും ലൈറ്റിൽ തെളിഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാം കൊണ്ടും ഭയങ്കര എന്താ പറയാ, വെരി ബ്യൂട്ടിഫുൾ. ഇതാണ് സ്കൈ ട്രീ. ടോക്കിയോ സ്കൈ ട്രീയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ടോക്കിയോ സിറ്റിയാണ് ഈ കാണുന്നത്. 2012 ഈ സ്കൈ ട്രീ കൺസ്ട്രക്ട് ചെയ്തത്. 634 മീറ്റർ ഹൈറ്റ് ആണ്. അതായത് ഒരു 150 നില കെട്ടിടത്തിന്റെ ഹൈറ്റ് ആണ് കേട്ടോ. കുറെ പല ടൈപ്പ് ലിഫ്റ്റ് കയറിയിട്ടാണ് ഇതിന്റെ മുകളിൽ എത്തിയത്.
2012 കൺസ്ട്രക്ട് ചെയ്താണ്. ഇവിടെ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ടോക്കിയോ സിറ്റി ഒബ്സർവ് ചെയ്യുന്ന ഡെസ്ക്കാണിത്. നെറ്റ്വർക്ക് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ കണ്ട ടോക്കിയോ ടവറാണ് ഈ പർപ്പസ് ചെയ്തിരുന്നത്, അതായത് ബ്രോഡ്കാസ്റ്റിംഗും ഒബ്സർവേഷനും. നമ്മൾ ഇതുപോലെ ലിഫ്റ്റ് കയറിയിട്ടാണ് കേട്ടോ, 2-3 ടൈപ്പ് ലിഫ്റ്റ് മാറി കയറിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ എത്തിയത്. ഇത് ഒബ്സർവേഷൻ ഡെസ്ക്കാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് ഇതുപോലെ വിസിബിൾ ആണ് ഇത് ടോക്കിയോ സിറ്റി മുഴുവൻ വിസിബിൾ. ഇത്ര ഹൈറ്റിൽ നിന്നാണല്ലോ കാണുന്നത്. ഇത് വേൾഡിലെ 3rd ടോളസ്റ്റ് ബിൽഡിംഗ്, ഇത് ടവറാണ് കേട്ടോ. ഫസ്റ്റ് വൺ ദുബായിലെ ബുർജ് ഖലീഫയാണ്, പിന്നെ സെക്കൻഡ് മലേഷ്യയിലെ ഒരു ടവറാണ്. ഇത് 3rd ടോളസ്റ്റ് ടവറാണ്. നമുക്കിപ്പോൾ ഇതിലൂടെ തിരിച്ചത് ഇതിങ്ങനെ മുഴുവൻ ഒബ്സർവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഈ കുട്ടി ചെയ്യുന്നുണ്ട്, അതുപോലെ ഇതിലൂടെ നമുക്കത് തിരിച്ച് ചുറ്റും മുഴുവനുള്ള വ്യൂ കിട്ടും. ഇത് ടോക്കിയോയിലെ പ്രശസ്തമായ നദിയാണ് കേട്ടോ, സുമിഡ റിവറാണ്. അപ്പൊ ഇതിലൂടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ അതിന് ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന സ്റ്റേഷനാണിത്. നമ്മൾ ഈ ബോട്ടിലാട്ടോ, ഇത് ക്ലോസ്ഡ് ബോട്ടാണ്. ഇതിനകത്താണ് ബോട്ടിങ്ങിന്, ഈ റിവറിൽ ബോട്ടിങ്ങിന് പോകാൻ പോകുന്നത്. ടോക്കിയോയിൽ ഒരു ഡിജിറ്റൽ ആർട്ട് മ്യൂസിയം കേട്ടോ. മ്യൂസിയത്തിന്റെ ഉള്ളിൽ കയറിയതോടെ കാണുന്ന കാഴ്ചകളാണ്. നേരിട്ട് നമ്മൾ കാണുമ്പോൾ ഉള്ള ഇഫക്റ്റ് ഇപ്പം വീഡിയോയിൽ കിട്ടുന്നില്ല. വെള്ളമാട്ടോ, താഴെ മുഴുവൻ വെള്ളമാണ്. ഇത് ആക്റ്റീവായ ഒരു പർവ്വതമാണ്, പക്ഷെ ഇത് അഗ്നിപർവ്വതമാണ്. ആക്റ്റീവായ വോൾക്കാനോ ആണ്. മൗണ്ട് ഹാക്കോൺ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഇതിലുള്ള ഈ കാണുന്ന ലേക്കിന്റെ പേര് ആഷി ലേക്ക് എന്നാണ്. നമ്മൾ ഇതിലൂടെ ഒരു ബോട്ടിംഗ് ചെയ്യാൻ പോവാണ്.
ഫ്രണ്ട്സ്, ഇത് ജപ്പാൻ ഒരു ഐലൻഡ് കൺട്രി ആണെന്ന് പറഞ്ഞല്ലോ. അതായത് 6852 ഐലൻഡുകൾ ചേർന്നാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ബോർഡർ ചെയ്യുന്ന ഈ കടലുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പസഫിക് മഹാസമുദ്രം, പിന്നെ ജപ്പാൻ സീ, പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റ് ചൈന സീ. ഇതിന് ബോർഡർ കൺട്രീസ് ഇല്ല. പിന്നെ ഈ കടലിന് അപ്പുറമുള്ള ബോർഡർ കൺട്രീസ് എന്ന് പറഞ്ഞാൽ സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ, റഷ്യ, ചൈന. AD 1st സെഞ്ചുറി തൊട്ടിട്ട് ജപ്പാൻ എന്നുള്ള പേര് അറിയപ്പെടുന്നതാണ്. അതായത് വേറെ കൺട്രീസൊക്കെ അത് കഴിഞ്ഞ ശേഷമാണ്. ഇതാണ് അഗ്നിപർവ്വതങ്ങളുടെ നാടായ ജപ്പാനിൽ കേട്ടോ ഒരു അഗ്നിപർവ്വതം പൊട്ടുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ജപ്പാനിലെ ഹാക്കോൺ മൗണ്ടൻ റേഞ്ചിലുള്ള കേട്ടോ ഒരു വാലിയാണിത്, താഴ്വരയാണ്. ഇവിടെ ഈ ഹാക്കോൺ മൗണ്ടൻ എന്താ പറയുക ആക്റ്റീവ് വോൾക്കാനോ ആണ്. ഇത് മുഴുവൻ പല ഭാഗങ്ങളിലായിട്ട് ആക്റ്റീവ് വോൾക്കാനോയാണ്. അപ്പം അതിന് കണ്ടോ ലാവ വരുന്ന ഫ്യൂംസ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിങ്ങനെ ആദ്യം ഫ്യൂംസ് വന്നിങ്ങനെ പുകഞ്ഞ് അവസാനമാണ് പിന്നെ ലാവ ഒഴുകാൻ തുടങ്ങുന്നത്. ഇപ്പം ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ശരിക്കും ഇതൊരു അമേസിങ് ആയിട്ടുള്ളൊരു കാഴ്ച കേട്ടോ അഗ്നിപർവ്വതം പൊട്ടുന്നത്. ഒരു സ്മെല്ലുണ്ട് കേട്ടോ ഇവിടെ. ഇതിന്റെ ആയിരിക്കും ലാവയ്ക്കല്ലേ വരുന്നത്, കെമിക്കൽസ് ആയിരിക്കുമല്ലോ. ഇത് പല ഭാഗത്തുനിന്നും ഇങ്ങനെ എന്താ അഗ്നിപർവ്വതം പൊട്ടിക്കൊണ്ടിരിക്കുക. ധാരാളം ഇങ്ങനെ ഫ്യൂംസ് ഉണ്ട്. ഇത് വോൾക്കാനോയുടെ എറപ്ഷന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇങ്ങനെ ഫ്യൂംസ് ആണ് വരുന്നത്. ഒരു സ്മെല്ലുണ്ട് കേട്ടോ. ഈ സ്മെല്ല് ഹൈഡ്രജൻ സൾഫൈഡ് പോലത്തെ ഗ്യാസിന്റെ സ്മെല്ല് വരുന്നുണ്ട്. പല ഗ്യാസസ് ഉണ്ടാവും. ഒരു നീറ്റല് കണ്ണില് ഒരു നീറ്റല് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ട ലാവ ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ അടിയിൽ നമുക്ക് പച്ച കളറിൽ കാണാൻ പറ്റും, ലാവ ഒഴുകിയത് കാണാൻ പറ്റും. ഈ ഫ്യൂംസ് ഈ സൈഡിലാണ് അത് കൂടുതൽ കാണാൻ പറ്റും. ഇവിടെ അടുത്തൊന്നും ഇതിന് പോകാൻ പറ്റില്ല. ഇവിടെ ബൗണ്ടറി ഉണ്ട്. അതുകൊണ്ടാ പച്ച കളറിൽ ലാവ ഒഴുകി അത് സ്റ്റക്കായി ഉറച്ചിരിക്കുകയാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇത് ലാവ ഒഴുകുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് ജപ്പാനിലെ ഏറ്റവും ഹൈറ്റുള്ള മൗണ്ടൻ കേട്ടോ, മൗണ്ട് ഫുജി, പ്രശസ്തമായ മൗണ്ട് ഫുജി. ഇത് വോൾക്കാനോ ആണ് കേട്ടോ. മൗണ്ടൻ മാത്രമല്ല അഗ്നിപർവ്വതം കൂടിയാണിത്. ഇതിന്റെ പേര് സ്റ്ററാറ്റോ വോൾക്കാനോ എന്നാണ് കേട്ടോ. അതായത് 100,000 വർഷം മുമ്പ് ഇത് പല പ്രാവശ്യം അഗ്നിപർവ്വതം പൊട്ടി ലാവയും പിന്നെ ഇത് ചാരവും കൂടി ലെയറായിട്ടുണ്ടായ വോൾക്കാനോ ആണിത്. ഇത് ആദ്യം ഈ ഫ്യൂജിക്ക് ഇത്രയും ഹൈറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഉണ്ടായാണ് ഇത്രയും അഗ്നിപർവ്വതം പൊട്ടി ഒഴുകി ലെയറുകൾ വന്നിട്ടാണ് ഇത്രയും 3776.24 മീറ്റർ ഹൈറ്റ് വന്നിരിക്കുന്നത്. സാക്രഡ് പ്ലേസ് ആയിട്ട്, ദൈവികതയുള്ളൊരു സാക്രഡ് പരിശുദ്ധമായ പ്ലേസ് ആയിട്ടാണ് ജപ്പാൻകാർ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു ആർട്ടിസ്റ്റിക് ടാലൻറ്റ് വരുന്ന ഒരു സ്ഥലമായിട്ടാണ് വിശ്വസിക്കുന്നവർ. ഇത് ജപ്പാൻ്റെ ഐക്കണാണിത്.
ഈ മൗണ്ട് ഫുജി ഇതിപ്പോ നമ്മളെ ഡിസ്റ്റൻസിൽ നിന്ന് ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോഴാണ് നമുക്ക് മുഴുവൻ അതിന്റെ ഒരു ഫോട്ടോ കിട്ടുക. അപ്പൊ ഇത് ഈ സീസണിലെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇത് ആക്ച്വലി ഇത് വളരെ ആക്റ്റീവായ വോൾക്കാനോ ആണെങ്കിലും ഏകദേശം ഒരു 17ാം സെഞ്ചുറിയിലാണ് ഇത് ലാസ്റ്റ് ആക്റ്റീവ് ആയിരിക്കുന്നത്. ഇത് പറഞ്ഞല്ലോ, ഇത് സ്ട്രാറ്റോ വോൾക്കാനോ ആണ്. അതായത് പല ലെയറുകളായിട്ട് വർഷങ്ങൾ കൊണ്ട് ഫോം ചെയ്ത ഒരു വോൾക്കാനോ ആണ്. 1,00,000 വർഷം മുമ്പേ ഇത് സ്റ്റാർട്ട് ചെയ്താണ് ഫോർമേഷൻ. അപ്പൊ തന്നെ നമുക്ക് അറിയാം ഇതൊരു വലിയ കാലയളവാണ് ഇതിന് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിപ്പോ മൗണ്ട് ഫുജിന്ന് ഷിസൂക്ക എന്ന് പറഞ്ഞ സിറ്റിയിൽ എത്തിയിരിക്കുക കേട്ടോ. ഏകദേശം ഒരു 80 കിലോമീറ്ററിൽ കൂടുതൽ ഡിസ്റ്റൻസ് ആണ്. അവിടെ നമ്മളിപ്പോ ഈ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. ഒരു നൈറ്റ് സ്റ്റേ ചെയ്തു. ഹോട്ടൽ അസോസിയ എന്നാണ് ഇതിന്റെ പേര്. ഇവിടെ ബസ് സ്റ്റോപ്പ് ഒക്കെ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് പോകുന്നുണ്ട്. നമ്മൾ ഇനി എന്താ വെച്ചാൽ ഹിരോഷിമയിലോട്ട് പോകും. ഹിരോഷിമ പ്രീഫെക്ചർ സ്റ്റേറ്റിന് ഇവിടെ പ്രീഫെക്ചർ എന്നാണല്ലോ പറയുന്നത്. ഹിരോഷിമ പ്രീഫെക്ചറിലോട്ട് ബുള്ളറ്റ് ട്രെയിൻ വഴിയാണ് പോകുന്നത്. അങ്ങനെ ബുള്ളറ്റ് ട്രെയിൻ ഇത് 320 കിലോമീറ്റർ ആണ് ഇതിന്റെ സ്പീഡ് കേട്ടോ. 1 മണിക്കൂറിൽ 320 കിലോമീറ്റർ സ്പീഡാണ് ബുള്ളറ്റ് ട്രെയിൻ. ഹായ് ഫ്രണ്ട്സ്, ഇത് ജപ്പാനിലെ മിയാജിമ എന്ന പേരുള്ള ഐലൻഡ് ആണ് കേട്ടോ. ഇവിടെ ധാരാളം ഐലൻഡുകൾ ഉണ്ടല്ലോ. ഇത് ശരിക്കും ഐലൻഡുകൾ ഉണ്ടെങ്കിലും ഇവിടെ എല്ലാം ഓരോ സ്റ്റേറ്റ് ആയിട്ട് സ്റ്റേറ്റ് എന്നല്ല പറയാ, നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നതിന് വരെ ഇവിടെ പ്രീഫെക്ചർ എന്നാ പറയാ. അപ്പൊ ഇത് ഹിരോഷിമ പ്രീഫെക്ചറിൽ പെടുന്നതാണ് ഈ ഐലൻഡ്, മിയാജിമ ഐലൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു ഷ്രൈൻ ഉണ്ട്, ആരാധനാലയം. അതായത് അത് ഷിൻഡോ മതക്കാരുടെ ആരാധനാലയമാണ്. ഈ ജപ്പാനിലുള്ളൊരു പ്രധാന മതമാണ് ഷിൻഡോ മതം. അതായത് ഈ മതം ജപ്പാനിൽ ഒറിജിനേറ്റ് ചെയ്താണ്. ഈ ജപ്പാനിലെ 50% ആളുകളും ഷിൻഡോ മതത്തെ വിശ്വസിക്കുന്നവരാണ്. ബാക്കി 50% ബുദ്ധമതത്തെ വിശ്വസിക്കുന്നതാണ്. ബുദ്ധമതം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നാൽ നമുക്കറിയാമല്ലോ, ബുദ്ധൻ നേപ്പാളിൽ ജനിച്ചാണ്. അപ്പൊ ഈ ഷിൻഡോ മതം വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പ്രകൃതി ശക്തികളെയാണ് ഇവർ ആരാധിക്കുന്നത്. അതായത് കടല്, സൂര്യൻ, അല്ലാതെ നമ്മുടെ പോലെ ഒരു ഇങ്ങനെ വേറൊരു ദൈവമല്ല അവർ ആരാധിക്കുന്നത്. അപ്പൊ ഈ ഗേറ്റിന്റെ പ്രത്യേകത, ഈ ഷ്രൈനിലോട്ട് നമ്മളിപ്പോ പോകുന്നു. ഈ ഗേറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ടേ, ഈ ഇങ്ങനെ ഷിൻഡോ ഷ്രൈനുകൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഇങ്ങനത്തെ ഗേറ്റുകൾ ഇനി ഉണ്ടാവും. അപ്പൊ അതിന്റെ ഷിൻഡോ ഷ്രൈനിന്റെ ഒരു പ്രത്യേകതയാണ്, അവരുടെ ആർക്കിടെക്ചറിന്റെ പ്രത്യേകതയാണത്. അപ്പൊ അത് ഈ ഓറഞ്ച് ഓറഞ്ച് കളറിലും റെഡ് കളറിലും ആയിരിക്കും ഇത് ഇതിന്റെ പെയിന്റ് കളർ അടിച്ചിരിക്കുന്നത്. അത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ തൂണുകളുണ്ട്, അതിൽ കൂടി കയറി നമ്മൾ വരുമ്പോൾ അത് ഈവിളായ, അതായത് ചീത്ത ശക്തികള് നമ്മളെ സ്വാധീനിക്കില്ലെന്നാണ് പറയുന്നത്. ചീത്ത ശക്തികളെ അകത്തി കളയുമെന്നാണ് പറയുന്നത്. ഈ മിയാജിമ ഐലൻഡിനെ കുറിച്ച് പറയാമെങ്കിൽ ഇത് ഒരു പ്രത്യേക ഐലൻഡ്. ഇവിടെ ഇവരെന്താ വെച്ചാൽ ജപ്പാനീസ് ജനത വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ ദൈവികമായ ഒരു ശക്തികളുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഒരു ദൈവത്തിന്റെ ഒരു ഐലൻഡ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് ഒരു പ്രത്യേക ഇവിടെയുള്ള മരങ്ങൾ ഇവര് വെട്ടത്തില്ല. അതായത് പ്രകൃതി ശക്തികളാണല്ലോ ഇവര് ആരാധിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള മരങ്ങൾ വെട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകതയാണ് എന്താ വെച്ചാൽ ഇവിടെ ആളുകൾ മരിക്കാൻ ഇവര് സമ്മതിക്കത്തില്ല. ഇവിടെ ഈ ഐലൻഡിൽ വെച്ചിട്ട് പ്രത്യേകിച്ച് അത് ദൈവത്തിനൊരു ഇഷ്ടമല്ല, ദൈവീയമായ ഒരു പവിത്രത, പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജനിക്കാനും സമ്മതിക്കില്ല. അത് പ്രഗ്നന്റ് ആയ ലേഡീസിനെ ഇവിടെ ജനിക്കുക, അങ്ങനെയാണ് ഇവര് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു പ്രത്യേകതയുള്ള ഒരു ഐലൻഡാണ്. ഇതിനോട് കിടക്കുന്നത് നമ്മൾ കാണുന്ന കടൽ എന്ന് പറഞ്ഞാൽ ഹിരോഷിമ ബേ. ഷിൻഡോ ഷ്രൈനിലോട്ട് പോകാൻ പോവാണ്. അവിടെ ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ഈ ഗേറ്റിന്റെ പേര് റെഡ് ടോറി ഗേറ്റ് എന്നാണ് കേട്ടോ. റെഡ്
ടോറി ഗേറ്റ് എന്നാണ് ഗേറ്റിന്റെ പേര്. അത് ഈ സിൻഡോ ഷ്രൈൻസിന്റെ ഇങ്ങനെയുള്ള ഗേറ്റിന്റെ പേര് റെഡ് ടോറി ഗേറ്റ് എന്നാണ്. അപ്പൊ ഇത് ഇവിടെ എന്താ വേലിയേറ്റവും വേലിയിറക്കവും കടലിൽ വരുമ്പം ഇപ്പൊ അത് വേലിയേറ്റ സമയം അല്ല, വേലിയേറ്റ സമയം ആകുമ്പം ഇവിടെയൊക്കെ വെള്ളം നിറയും. അപ്പൊ ഇത് ഇങ്ങനെ ഈ ഗേറ്റ് ഇത് ഇങ്ങനെ കടലിൽ മുങ്ങി നിൽക്കും. അപ്പൊ അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇപ്പൊ വേലിയിറക്ക സമയമാണ്, അതായത് ഹൈ ടൈഡ് വരുമ്പം ആണ് ഗേറ്റ് മുങ്ങി നിൽക്കുന്നത്. ഇപ്പൊ ലോ ടൈഡ് ആണ്, അതുകൊണ്ടാണ് ഗേറ്റ് ഇപ്പം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ ആളുകൾക്കൊക്കെ അവിടെ നടക്കാൻ പറ്റുന്നത്. ഷ്രൈനിന്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് കേട്ടോ. പ്രധാന ഷ്രൈനിന്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണിത്. ഇത് ചുവപ്പ് ചീത്തശക്തികളെ അകറ്റി നിർത്തുമെന്നാണ് വിശ്വാസം. ചുമന്ന കവാടത്തിലൂടെയാണ് നമ്മൾ ഷ്രൈനിൽ പ്രവേശിക്കുന്നത്. ഇത് ഉള്ളിലോട്ട് നമ്മുടെ ശ്രീകോവില് പോലെ ഇതിനുള്ളിൽ കാണാം. പക്ഷെ അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല. ഇവര് പ്രകൃതി ശക്തികളെയാണല്ലോ ആരാധിക്കുന്നത്. അപ്പൊ കടലുമായിട്ട് ബന്ധപ്പെട്ട 3 ഡയറ്റുകൾ ഇതിനകത്തുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹിരോഷിമ സിറ്റിയിലാണ് നിൽക്കുന്നത്. ഇത് പ്രശസ്തമായ ഹിരോഷിമ ഡോം ആണ് കേട്ടോ. ആറ്റം ബോംബ് വീണ് ലക്ഷങ്ങൾ മരിച്ച സിറ്റിയാണിത്. അപ്പൊ അതിന്റെ ഒരു കെട്ടിടമാണ് ഇത്. വീണ കെട്ടിടം ഇവരത് മോണുമെന്റ് ആയിട്ട് അതുപോലെ നിലനിർത്തിയിരിക്കുകയാണ്. 1945 അമേരിക്കയാണ് ഇവിടെ ആറ്റം ബോംബ് ഇട്ടത്. ലിറ്റിൽ ബോയ് എന്നായിരുന്നു ആറ്റം ബോംബിന്റെ പേര്. 2ാം ലോക മഹായുദ്ധത്തില് ഹിറ്റ്ലറാണ് തുടങ്ങി വെച്ചത്. ഹിറ്റ്ലർ യൂറോപ്യൻ രാജ്യമായ പോളണ്ടിനെ അറ്റാക്ക് ചെയ്തു. അങ്ങനെ യൂറോപ്പിൽ അറ്റാക്ക് ചെയ്ത് ജൂതന്മാരെ കൊന്നുകൊണ്ടിരുന്നു. അപ്പൊ ജൂതന്മാരെ കൊല്ലുന്നതിനിടയിൽ മറ്റു പല ആൾക്കാരും മരണപ്പെട്ടിരുന്നു. അങ്ങനെ ഹിറ്റ്ലർ കൊന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മറ്റു രാജ്യങ്ങൾ ഇടപെട്ടു, UK ഒക്കെ ഇടപെട്ടു. അങ്ങനെ ഒരു ലോക മഹായുദ്ധമായി മാറി. പക്ഷെ ജർമ്മനിക്കൊപ്പം ഹിറ്റ്ലർക്കൊപ്പം നിന്ന 2 രാജ്യങ്ങളാണ് ഇറ്റലിയും ജപ്പാനും. ഉള്ളിൽ ഇത് അടിയിലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ അതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ പൊളിഞ്ഞു കിടക്കുന്നു. അതിനുള്ളിൽ ആ കല്ലുകളൊക്കെ വരെ കിടപ്പുണ്ട്. അതിന് ചുറ്റും വരെ ആ കല്ലുകളൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട്. അതായത് 1945 ഇത് പൊളിഞ്ഞ കല്ലുകൾ ഇപ്പോഴും കിടപ്പുണ്ട്. ഹിറ്റ്ലർ ശരിക്കും ഓസ്ട്രിയയിലാണ് ജനിച്ചത്. അതിനുശേഷം ഹിറ്റ്ലർക്ക് ഈ ജൂതന്മാരെ ഇഷ്ടമല്ലായിരുന്നു. മാത്രമല്ല ഈ ജൂതന്മാരെ പല യൂറോപ്പിലുള്ളവർക്ക് മുഴുവൻ ഇഷ്ടമല്ലായിരുന്നു. അവര് ഈ പൈസ കടം കൊടുത്ത് കൊള്ളപ്പലിശയ്ക്ക് കൊടുക്കുകയും അങ്ങനെ അവരെ കുറിച്ച് മൊത്തത്തിൽ പല ആളുകൾക്കിടയിൽ നെഗറ്റീവ് അഭിപ്രായം ഉണ്ടായിരുന്നു. ഓസ്ട്രിയയിൽ ജനിച്ച ഹിറ്റ്ലർ ഈ ജർമ്മനിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ നാസി പാർട്ടി ഉണ്ടാക്കി അതിന്റെ തലവനായി ജർമ്മനിയുടെ ഭരണം കൈയടക്കി. അങ്ങനെ 1 കോടിക്ക് മുകളിൽ ആൾക്കാരെ ഹിറ്റ്ലർ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നപ്പോൾ മറ്റു രാജ്യങ്ങൾ ഇടപെട്ടു, UK ഒക്കെ ഇടപെട്ട്. പിന്നെ ഇവർക്കെതിരെ അമേരിക്ക, USSR, അന്ന് USSR പിരിഞ്ഞിട്ടില്ല, സ്പ്ലിറ്റ് ആയിട്ടില്ല. അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഇവർക്കെതിരെ നിന്നു. ഇറ്റലിയും ജപ്പാനും മാത്രമാണ് ഇവരെ സപ്പോർട്ട് ചെയ്ത് നിന്ന്. പക്ഷെ ജപ്പാൻ ഒരു ശക്തമായ രാജ്യമായതുകൊണ്ട് ജപ്പാന്റെ സപ്പോർട്ട് ഹിറ്റ്ലർക്ക് വളരെ ഗുണം ചെയ്തു. അപ്പൊ ഇങ്ങനെ യുദ്ധത്തിൽ ഇവരെ തോൽപ്പിക്കാൻ പറ്റാതെ നിന്നപ്പോൾ ഈ ജപ്പാനെ ഒന്ന് അടക്കാൻ വേണ്ടിയിട്ടാണ് ഹിരോഷിമ, നാഗസാക്കി എന്ന 2 രാജ്യങ്ങളിൽ രണ്ട് സിറ്റികളിൽ, ജപ്പാന്റെ സിറ്റികളിൽ അമേരിക്ക ഈ ആറ്റം ബോംബ് ഇട്ടത്. പക്ഷേ അമേരിക്ക എന്തുകൊണ്ട് ഈ സിറ്റി തെരഞ്ഞെടുത്തു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ടോക്കിയോ, ഒസാക്കോ തുടങ്ങിയ സിറ്റികൾ എന്ന് പറഞ്ഞാൽ ഹൈലി പോപ്പുലേറ്റഡ് ആണ്. അപ്പൊ അത്രയും വേണ്ട എന്നുള്ള കാര്യത്തിലാണ് ഈ ഹിരോഷിമയും നാഗസാക്കിയും തെരഞ്ഞെടുത്തെന്നാണ് പറയുന്നത്. ഇവിടെ ഇട്ട ബോംബിന്റെ പേരായിരുന്നു ലിറ്റിൽ ബോയ് എന്നുള്ളത്. അതുപോലെ തന്നെ നാഗസാക്കിയിൽ ഇട്ട ബോംബിന്റെ പേര് ഫാറ്റ് മാൻ എന്നായിരുന്നു. ഇവിടെ 70,000 പേരോളം 80,000 പേര് അപ്പം തന്നെ മരിച്ചു. മാത്രമല്ല മറ്റുള്ളവരൊക്കെ പതുക്കെ ഒത്തിരി പേര് മരണപ്പെട്ടു. അതുപോലെ തന്നെ പലർക്കും റേഡിയേഷൻ മൂലം അസുഖങ്ങളുണ്ടായി. 1949 ഈ സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങിയത്. 1945 ഈ ബോംബ് ഇട്ടത് കേട്ടോ. അതിനുശേഷം ഈ ബോംബ് ഇട്ട ശേഷം
പിന്നെ ഹിറ്റ്ലർക്ക് ജപ്പാന്റെ സപ്പോർട്ട് പോയല്ലോ, ബോംബിട്ട് അതോടുകൂടി ജപ്പാൻ പിന്നെ വല്ലാത്തൊരവസ്ഥയിലായല്ലോ. അപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ ഹിറ്റ്ലറിനും മനസ്സിലായി അതോടുകൂടി ഹിറ്റ്ലർ ഇത് ഇനി ജയിക്കാൻ പറ്റില്ല, അമേരിക്ക പിടിക്കും കൊല്ലപ്പെടുമെന്ന് മനസ്സിലായതോടുകൂടി ഇതിന്റെ അടുത്ത മാസം തന്നെ ഹിറ്റ്ലർ സ്വയം നിറയൊഴിച്ച് ഒരു ബങ്കറിലിരുന്ന് നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹിറ്റ്ലറുടെ വൈഫ് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ചെറുപ്പക്കാരിയായ ഭാര്യ അവര് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇതാണ് ഇതിന്റെ ചരിത്രം. ആ ബിൽഡിങ്ങിന്റെ മുമ്പില് ആണ് ഈ ഇന്ന് കടാവിളക്ക് കത്തിച്ചിട്ട് പുഷ്പങ്ങൾ അർപ്പിച്ചാണ് ഇവര് ഓർമ്മകൾ എന്ന് നിലനിർത്തുന്നത്. അന്നത്തെ ആറ്റം ബോംബ് അറ്റാക്കിനകത്ത് ഒരു 2 വയസ്സുള്ള കുട്ടി എങ്ങനെയോ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് റേഡിയേഷൻ അസുഖങ്ങൾ കൊണ്ട് മരിച്ചു. അപ്പൊ അതിന്റെ ഒരു മോണുമെന്റ് ആണിത്. ഫോട്ടോസാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. കെട്ടിടം അന്ന് അവരെടുത്തതാണ്. ഇത് കഴിഞ്ഞ ശേഷം എടുത്താണ് പല കെട്ടിടങ്ങളും നശിച്ചു കിടക്കുന്നത്. തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളുടെ ഫോട്ടോസാണ്. ഇത് ബോംബിട്ട് തകർക്കുന്നതിന്റെ ഒരു വെർച്വൽ എഫക്റ്റ് അവര് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ മ്യൂസിയത്തിനുള്ളില്. ആയിരത്തി 1945 ഓഗസ്റ്റ് 6-നാണ് ബോംബിട്ടത്. ഇതുണ്ടോ, കുട്ടികളും ആളുകളും എല്ലാം ഇതിൽ രക്ഷപ്പെട്ട ആൾക്കാരാണ് നിൽക്കുന്നത്. പിന്നെ അവര് അന്നും 1945 തന്നെ ആ വർഷം അവസാനം കുറെ പേര് മരിച്ചു. ബ്ലാസ്റ്റിന്റെ ഫ്യൂംസ് ആണ് കേട്ടോ. അന്ന് ബ്ലാസ്റ്റ് കഴിഞ്ഞ ശേഷം ഇങ്ങനെ പുക പൊങ്ങിയതിന്റെ ഒരു പിക്ചറാണിത്. മരണപ്പെട്ടവരുടെ കിട്ടിയ കീറി പറഞ്ഞ ഡ്രസ്സുകളാണ് കേട്ടോ മെമ്മറിക്ക് വെച്ചിരിക്കുന്ന. അന്നൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങള്, കല്ലുകള്, അതൊക്കെ ഓർമ്മയ്ക്ക് വെച്ചിരിക്കുന്ന കേട്ടോ. പൊള്ളിക്കിടക്കണാണ്. വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഇങ്ങനെ ഈ മ്യൂസിയം മുഴുവൻ ഇങ്ങനെ അന്നത്തെ വിക്ടിംസിന്റെ ഫോട്ടോസാണ് കേട്ടോ. മരണപ്പെട്ടവരുടെയും മരിക്കാറായവരുടെയും ഒക്കെ ഫോട്ടോസാണ്. ഈ ആറ്റം ബോംബ് ഡെവലപ്പ് ചെയ്യുന്നതും അതിൻ്റെ യൂസും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഡെവലപ്പിംഗ് ദി ആറ്റം ബോംബ്, അതായത് വേൾഡ് വാറിൽ ജർമ്മനി ആറ്റം ബോംബ് ഉണ്ടാക്കുമെന്ന് US എല്ലാവരും ഭയപ്പെട്ടു. അങ്ങനെയാണ് ഇവർ ആറ്റം ബോംബ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലോഞ്ച്ഡ് ഇറ്റ്സ് ആറ്റം ബോംബ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇൻ ജൂൺ 1942. അങ്ങനെ അവരുണ്ടാക്കിയാണ് ജർമ്മനി ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ട് ഇവരുണ്ടാക്കിയാണ് ഇവിടെ ആറ്റം ബോംബ് ഇട്ടെന്നാണ് ഇതിൽ എഴുതി വെച്ചിട്ട്. നമ്മൾ ഹിരോഷിമയിൽ പോകുകയാണ്. ഇവിടെ കിയോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്, അതും ബുള്ളറ്റ് ട്രെയിൻ വഴിയാണ് പോകുന്നത്. അപ്പം ഇത് ഹിരോഷിമ ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്റ്റേഷനാണ്.
ഇത് ജപ്പാനിലെ ക്യോട്ടോ എന്ന സിറ്റിയിലെ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ്. ഇത് കണ്ടോ, ഇത് ബുദ്ധിസ്റ്റ് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട ചില ദൈവങ്ങളാണ്. ബുദ്ധിസ്റ്റ് വിശ്വാസപ്രകാരം ഈ ദൈവങ്ങൾക്ക്, അതായത് ഒരു കുട്ടിയുടെ രൂപമുള്ള ദൈവങ്ങളാണ്. ഇവര് പറയാ ഗാർഡിയൻ ഡയറ്റീസ് എന്നാ പറയാ. അപ്പൊ കാവൽ ഗാർഡിയൻ, അതായത് പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ദേവതകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് പ്രകാരം ഒരു പ്രഗ്നന്റ് ആയ ലേഡി ഇവർക്ക് കണ്ടോ ഈ ചുമന്ന ഏപ്രൺ, തലപ്പാവ് തുടങ്ങിയ വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല്, ഇത് ആളുകളെ സമർപ്പിച്ചിരിക്കുന്നതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ആ പ്രഗ്നൻസിയിലുള്ള കുട്ടിക്ക് ഒരു ദോഷവും സംഭവിക്കില്ല, അംഗവൈകല്യോ അതുപോലെ ചാപിള്ളയെ പ്രസവിക്കില്ല, സ്റ്റിൽ ബർത്ത് ഉണ്ടാവില്ല, പിന്നെ പ്രസവിച്ച കുട്ടിക്ക് ഹെൽത്ത് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമാണ്. അതാണ് ഗാർഡിയൻ ഡയറ്റീസ്. ഫ്രണ്ട്സ്, ഇതാണ് ജപ്പാനിലെ ക്യോട്ടോ എന്നുള്ള സിറ്റിയിലെ അറാഷിയാമ ബാംബു ഫോറസ്റ്റ്. ഈ ബാംബു ട്രീസിന്റെ പ്രത്യേകത ഭയങ്കര ഹൈറ്റ് ആണിത്. ഇതിങ്ങനെ അടുപ്പിച്ച് നിൽക്കാണ്. ഡെൻസ് ബാംബു ഫോറസ്റ്റ് ആണ്. ഇത് നാച്ചുറലായിട്ട് ഉണ്ടായ ഫോറസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇതിന്റെ നടുക്കൂടി ഇത് ആളുകൾക്ക് ട്രാവൽ ചെയ്യാനായിട്ട് റോഡ് വെട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ വെരി ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ഈ ബാംബു ഫോറസ്റ്റ് ഇവിടുത്തെ, അതായത് ജപ്പാനിലെ ക്യോട്ടോ എന്നുള്ള സിറ്റിയിലുള്ള ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്, അട്രാക്ഷൻ ആണ്. ഇതാണ് ജപ്പാനിലെ കോബെ എന്ന് പറയുന്ന സിറ്റി. ജപ്പാനിലെ ഹൈലി ഡെവലപ്ഡ് ആയ സിറ്റികളാണ് ടോക്കിയോ, ഹിരോഷിമ, ക്യോട്ടോ, കോബെ, ഒസാക്ക. ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലെ ലാർജസ്റ്റ് ഐലൻഡായ ഹോൻഷു എന്ന് പറയുന്ന ഐലൻഡിലാണ്. ജപ്പാനിൽ 47 പ്രീഫെക്ചർ ഉണ്ട്. പ്രീഫെക്ചർ എന്ന് പറഞ്ഞാൽ സംസ്ഥാനം, സ്റ്റേറ്റ് എന്നാണ്. അപ്പൊ 6852 ഐലൻഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു സ്റ്റേറ്റിന് കീഴിൽ പല ഐലൻഡ്സ് വരും. ഇവിടെ ഏകദേശം ഈ ഐലൻഡിൽ ഒരു 5ഓളം ഐലൻഡുകളാണ് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഐലൻഡ് 1682 ഇത്ര ഐലൻഡുകളിൽ ഏകദേശം ഒരു 400 സംതിങ് ഐലൻഡില് ആളുകൾ താമസിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം റിമോട്ട് ഐലൻഡ്സ് ആണ്. ജപ്പാനില് 1885 വരെ ഈ രാജഭരണമായിരുന്നു. എല്ലാ രാജ്യങ്ങളെ പോലെ 1885 ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ സ്ഥാനമേറ്റു. പിന്നെ അപ്പൊ മുതല് ഈ പ്രൈം മിനിസ്റ്റർക്കാണ് പൊളിറ്റിക്കൽ പവർ ഉള്ളത്. ഈ എംപറർ, അതായത് രാജാവ് ഒരു സെറിമോണിയൽ ഹെഡ് മാത്രമാണ്, അതായത് ആലങ്കാരികമായ ഒരു പദവി മാത്രമാണ്. ഫ്രണ്ട്സ്, ഇത് ഒസാക്ക എന്ന് പറഞ്ഞ സിറ്റിയാണ്. ഫ്രണ്ട്സ്, ഇതാണ് ജപ്പാനിലെ ഒസാക്ക എന്ന സിറ്റിയിലുള്ള ഒസാക്ക കാസിൽ. ഇത് 15ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചാണ് ഈ കാസിൽ കൊട്ടാരം. ഇതിന് 5 നിലകളാണുള്ളത്. ഇത് ജപ്പാനിലെ ഒസാക്കടുത്തുള്ള നാറ എന്ന സ്ഥലത്തുള്ള ഒരു വലിയൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ്. ഈ ടെമ്പിളിന്റെ പേരാണ് ടോഡായിജി ബുദ്ധിസ്റ്റ് ടെമ്പിൾ എന്നാണ് ഇതിന്റെ പേര്.
നമ്മൾ ജപ്പാൻ ടൂർ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് വിസിറ്റ് ചെയ്ത സിറ്റി ഒസാക്കയാണ്. അപ്പൊ ഒസാക്കയിലെ കാൻസായി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് കൊച്ചി അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഈ എയർപോർട്ടിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ എയർപോർട്ട് ഇരിക്കുന്ന ഈ കാണുന്ന കണ്ടോ, അറ്റത്തുള്ള അതൊരു ഐലൻഡ് ആണ്. ആ ഐലൻഡ് എന്ന് പറഞ്ഞാല് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്ത ഐലൻഡാണ്. ആ ഐലൻഡിലാണ് ഈ കാൻസായി ഇന്റർനാഷണൽ എയർപോർട്ട് ഇരിക്കുന്നത്. വേഗം എയർപോർട്ടിൽ എത്താനുള്ള കൺവീനിയൻസും ഉണ്ട്. നമ്മൾ എയർപോർട്ടിന്റെ തന്നെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ, അവിടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഒരു പാത്ത് ചെയ്ത് കടന്നു കഴിഞ്ഞാൽ ഒരു കോറിഡോർ കടന്നു കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് നമുക്ക് എയർപോർട്ടിൽ എത്തി. Whispers of the moonlight ground your gaze cuts through nights so soft. In this moment we are off. Shadows dance on the silent streets, caught within a sea of trees. Your gaze cuts through night's fuss and still, a gentle rush, a soulful thrill. ഇത് ജപ്പാന്റെ മാപ്പാണ്. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, കുറേ ഐലൻഡ്സ് ഇങ്ങനെ മാറി മാറി കിടക്കുന്ന മനസ്സിലാവും. അപ്പം ഇതൊരു ജപ്പാൻ എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഐലൻഡ് കൺട്രീസ് എടുത്താൽ ജപ്പാന് 3ാമത്തെ സ്ഥാനമാണുള്ളത്. ആദ്യം ഫസ്റ്റ് ഇന്തോനേഷ്യയാണ്, ഏഷ്യ തന്നെ പെട്ട ഇന്തോനേഷ്യയാണ്. സെക്കൻഡ് ആഫ്രിക്ക കോണ്ടിനെന്റിലെ മഡഗാസ്കർ ആണ്. 3ാമത് ജപ്പാനാണ്. ഈ ഐലൻഡ്സ് ചുറ്റും കടലായതുകൊണ്ട് ജപ്പാന് സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ ഇങ്ങനെ വേറെ കൺട്രീസിലോട്ട് നുഴഞ്ഞു കയറി ഇൻവേഡ് ചെയ്തിട്ട് യുദ്ധം ചെയ്യാൻ പറ്റി. ജർമ്മനിയെ സപ്പോർട്ട് ചെയ്ത്. പിന്നെ ജർമ്മനിയെ സപ്പോർട്ട് ചെയ്യാൻ കാര്യം ഈ US വലിയ ശക്തിയായിട്ട് വരുന്ന ഈ ജപ്പാൻ എതിർപ്പുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഈ ജപ്പാനിലുള്ള ആൾക്കാർ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ, അവർ എക്സസൈസ്, ഫുഡ്, അങ്ങനെ കൺട്രോള്, അതൊക്കെ കൊണ്ട് അവർക്ക് കുറച്ച് ആക്റ്റീവും കുറച്ചുകൂടി ആയുസ് കൂടുതലുണ്ട്. പക്ഷെ ഞാൻ കണ്ടെടുത്തോളം അവർക്ക് പ്രായമായവർക്ക് പ്രായമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അധികം തടി വയ്ക്കുന്നില്ല അവർ. അതാണ് എനിക്ക് ഞാൻ കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ മാപ്പിൽ ഏറ്റവും അടിയിൽ ഇങ്ങനെ പൊട്ട് പോലെ കാണുന്ന കേട്ടോ ഒക്കിനോവ എന്നുള്ള ഐലൻഡ്. നമുക്കവിടെ പോകാൻ പറ്റിയില്ല. പക്ഷെ അവിടെ ഉള്ളവർക്ക് സാധാരണ മറ്റ് ജപ്പാനീസ് ആൾക്കാരെക്കാളും കൂടുതൽ ആയുസ്സുണ്ടെന്ന് പറയും, അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും. പക്ഷെ അവർക്ക് ഭയങ്കര ഏജ് തോന്നും കേട്ടോ. അപ്പോൾ അവരിങ്ങനെ സർവൈവ് ചെയ്യുന്നു, ഡെത്ത് സർവൈവ് ചെയ്യുന്നു എന്ന് മാത്രമായിട്ടാണ് തോന്നിയത്. പിന്നെ അവരിങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആയിരിക്കും, വെറുതെ ഇരിക്കുന്നില്ല, അത്രേ ഉള്ളൂ.